ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാ. ഒന്നുമില്ല, പെപ്പർ ചിക്കൻ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ബേ ലീഫ്, അങ്ങനെ പിന്നെ കുരുമുളക്, നമ്മൾ നാടൻ കുരുമുളകാണ്. അതിന് വേണ്ടിയിട്ട് നല്ലനെ ഒരു 2 kg ചിക്കന് അത് നല്ലനെ കഴുകി എടുത്ത് ഞാൻ ഇത് പാട്ട് എന്തിനെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും അതിൻ്റെ ഉള്ളിലത്തെ ഒരു സാധനം എപ്പോഴും കിട്ടാറുണ്ട്, ഏടെ കല്യാണപ്പുരയിൽ പോയാലൊക്കെ. അപ്പോൾ അത് നല്ലനെ വൃത്തിയാക്കണം നമ്മൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഉള്ളി വാട്ടുവാണ്, വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലനെ അത് വാട്ടണം. ഉള്ളി പറഞ്ഞാൽ അത് ഏകദേശം ലിറ്റിൽ യെല്ലോയിഷ് ബ്രൗണിഷ് കളറിലേക്ക് എത്തണം. വാടിയാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ വെറുതെ ഒരു പെപ്പർ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചത്. അത് അങ്ങനെ ഹോട്ടൽ സ്റ്റൈലിൽ പെപ്പർ ചിക്കനൊന്നും അല്ല ഇതൊന്നും. ഇത് നാടൻ സ്റ്റൈലാണ് പെപ്പർ ചിക്കൻ വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. വേറെ പിന്നെ സോയ സോസൊന്നും ഇടുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇടും. അതിന് പറയാം ഈ ഉപ്പ് ഇട്ടാലാണ് പിന്നെ ഈ ഉള്ളി നല്ലനെ വാടുമല്ലേ പറയാ, എന്തെങ്കിലും അതന്നെ വാട്ടണം നല്ലതാണ്. പിന്നെ കുറച്ച് ക്ലോസ് ആക്കിയിട്ട് അതിന് പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇടണം. കുറച്ച് മൂടി വെക്കണം. മൂടി വെച്ചാൽ കുറച്ച് ആ സ്റ്റീം കൊണ്ട് കുറച്ചുകൂടി വാട്ടി കിട്ടും. പിന്നെ ഇന്ന് കുട്ടികൾക്ക് ലീവ് ഉള്ളതിനാൽ നമ്മളിന്ന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ മഴ പെയ്തുകൊണ്ട് കളക്ടർ ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് ചിക്കൻ ഐറ്റം ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ പെപ്പർ വെച്ചത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇനി ആക്ച്വലി പറഞ്ഞാൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടിയും പിന്നെ കൊത്തമ്പാരി പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി ലാസ്റ്റ് ഉപയോഗിക്കുക. പക്ഷെ അത് അതിന് മുമ്പ് തന്നെ കൊത്തമ്പാരി പൊടി പിന്നെ മഞ്ഞൾപ്പൊടി നല്ലോണം മിക്സ് ആക്കി പറഞ്ഞാൽ അത് അതിന് പിടിക്കേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വാട്ടുന്നത്. പിന്നെ തക്കാളി അതിൻ്റെ പുറത്ത് തന്നെ വാട്ടി കഴിഞ്ഞിട്ട് അതിലിടുന്ന തക്കാളി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ നാടൻ കുരുമുളകില്ല, അത് ക്രഷ് ചെയ്തതാണ്. നമ്മൾ ശരിക്ക് കുഞ്ഞി അമ്മിക്കല്ലിലിട്ടിട്ട് ക്രഷ് ചെയ്തതാണ്. പൊടി എൻ്റെ അടുത്ത് ഇല്ലാത്ത കൊണ്ട് അത് ശരിക്ക് ചതച്ചതാണ്. പിന്നെ അതിൻ്റെ പച്ചമുളകും പിന്നെ ബേ ലീഫും ഇടുന്ന കടിക്കില്ല, ക്രഷ് ചെയ്ത ഭാഗം എൻ്റെ പൊടി കാണുന്നുണ്ട് കയ്യിൽ. അങ്ങനെ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് ബേ ലീഫ് മൈ ഫേവറേറ്റ്. ബേ ലീഫ് പിന്നെ വേപ്പില പിന്നെ മല്ലിച്ചപ്പ്, ഈ 3 ഇലകളില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാത്തിനും അത് വേണം എനിക്ക്. ശരിക്കും അങ്ങനത്തെ നോൺ വെജ് ഐറ്റംസിന് ബേ ലീഫും പിന്നെ കൊത്തമ്പരി ചപ്പും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് വാട്ട്. ഈ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇട്ടിട്ടില്ല. ബിക്കോസ് എന്തിനാണ് ഇടാത്തതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇടുമ്പോഴേക്ക് ഓട്ടോമാറ്റിക് വെള്ളം വരും, അതിൻ്റെ ഗ്രേവി ടൈപ്പിൽ കിട്ടും. നല്ല മസാല കൊണ്ട് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് വൈറ്റിഷ് രൂപത്തിൽ കാണും. ഇപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ അങ്ങനെ ടൈപ്പിൽ കാണൂല. അപ്പോൾ ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയാണ് പിന്നെ അതിലിട്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളിൽ നിന്നും എടുത്ത് ചാഴി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ എനിക്ക് ഇഷ്ടമില്ല, അങ്ങനത്തെ ഉള്ളുഭാഗത്ത് അങ്ങനെ ഉള്ളത് ഇഷ്ടമില്ല. പിന്നെ ഇതൊക്കെ ലിവറൊക്കെ നല്ലതാണ്, അത് നിങ്ങൾ കളയാനാണില്ല. പക്ഷെ ഞാൻ അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്, ലിവർ ഇട്ടിട്ടില്ല ഇതിൽ. പിന്നെ അതെല്ലാം ആക്കിയിട്ട് കഴുകിയിട്ട് ആയ ശേഷം അതെല്ലാം കൂടി മിക്സാക്കി കളയുന്ന. പിന്നെ നിങ്ങൾ വേറെ വിധത്തിൽ ചിക്കൻ പെപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് എൻ്റെ സ്റ്റൈലാണ് ചിക്കൻ പെപ്പർ ഉണ്ടാക്കിയത്. പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചത്, ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുക. ഇതിന് വേണമെങ്കിൽ നമുക്ക് തേങ്ങ വേണമെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ ഈസ്റ്റേൺ മസാല ആണ്, ചിക്കൻ മസാല ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കണ്ടെങ്കിൽ അതെല്ലാം മിക്സ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം അതിൻ്റെ ചിക്കൻ്റെ വെള്ളം തന്നെ പുറത്തേക്ക് വന്നാൽ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഇട്ടിട്ടില്ല. അപ്പോൾ താനെ അതിൻ്റെ വെള്ളം പുറത്തേക്ക് വന്ന് കണ്ടില്ലേ. ശരിക്ക് ഇത് ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ്. നിങ്ങൾക്കിപ്പോൾ ഗരം മസാല പൊടി ഇല്ലെങ്കിൽ ചിക്കൻ മസാല പൊടിയോ അതിൻ്റെ ഒപ്പം ഗരം മസാല പൊടിയോ ഗരം മസാല ഇല്ലെങ്കിൽ ബിരിയാണി മസാല ഇടാം. അതിൻ്റെ ഒപ്പം ഞാൻ ക്രഷ്ഡ് ഇതിട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ചതച്ചത് കുരുമുളക് പൊടി. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ ഇത് മല്ലിച്ചപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് ഗാർണിഷ് ആക്കിയിട്ട് കാണാനും അതിൻ്റെ നമ്മൾ മൂടി വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ല് വേറെ തന്നെ, പ്രത്യേക സ്മെല്ല് തന്നെയാണ് ഉള്ളത്. അപ്പം
അങ്ങനെയൊക്കെയാണ് എൻ്റെ ചിക്കൻ പെപ്പർ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ഉപ്പ് നോക്കണ്ടിട്ട് അതിൻ്റെ ഇത്തിരി എടുത്തിട്ട് ഞാൻ നോക്കിനി. നോക്കുമ്പോഴേക്ക് കറക്റ്റായിട്ട് പാകത്തിൽ ഉള്ള ഉപ്പുണ്ടായിരുന്നു അതിൽ. അതുകൊണ്ട് പിന്നെ ഇടാൻ വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ചിക്കൻ പെപ്പർ നല്ലോണം സ്മെൽ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നല്ല ഇപ്പോൾ ചിക്കൻ പെപ്പർ നമ്മളത് റെഡിയായി ഗൈസ്.